നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ല മഞ്ഞാണല്ലേ ഇക്കൊല്ലം. ക്രമാതീതമായ എനിക്ക് തോന്നണത് കേട്ടോ അങ്ങനെയാണ്. നല്ല മഞ്ഞാന്ന് തോന്നണത്. ഈ മഞ്ഞ് വരുമ്പോൾ നമുക്കൊരു കുഴപ്പമുണ്ട്. കയ്യിന്, കാലിന്, അതുപോലെ തന്നെ ശരീരത്തിനൊക്കെ തൊലിക്ക് നല്ല ഒരു എന്താ പറയുക, വലിച്ചിലുണ്ടായിരിക്കും. പ്രത്യേകിച്ച് കയ്യെന്നൊക്കെ പറഞ്ഞാൽ മുരുമുരുന്നനെയായി തീരും. എനിക്കും അങ്ങനെയാണ്. വിരലൊക്കെ ഇല്ലേ, വിരലിൻ്റെ ഈ അറ്റം ഇവിടെയൊക്കെ ശരിക്കും മുരുമുരുന്ന്, കാലിൻ്റെ സൈഡിലൊക്കെ നല്ല മുരുമുരുന്നനെയൊക്കെ വരും. അതുപോലെ നമ്മുടെ തൊലിയൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ചുളിയിൽ പോലെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ മാറാനായിട്ട് അത് മഞ്ഞുകാലത്ത് ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് അത് കൂടുതലായിട്ട്. അപ്പോൾ ഈ സമയത്ത് എനിക്ക് മാത്രമല്ല, മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. ഇവിടെ എല്ലാ ആൾക്കാർക്കും തോന്നുന്നുണ്ട് കേട്ടോ. എല്ലുമ്പോൾ ഇങ്ങനെ ഉരയ്ക്കുക. അപ്പോൾ ആ റഫായിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് സ്മൂത്തായി കിട്ടും നമുക്ക്. നല്ല കാര്യമാണ്. ഇനി ഈ ചുളിച്ചിലൊക്കെ മാറാനായിട്ട്, ചുളിവ് ഒക്കെ മാറാനായിട്ട് എന്ത് ചെയ്യണം? അതായത് ഇങ്ങനെ ശൽക്കങ്ങൾ പോലെയൊക്കെ വരികയാണ്. ഇപ്പം നമ്മൾ കുളിക്കുമ്പോൾ നന്നായിട്ട് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട് നന്നായിട്ട് തേച്ച് കുളിക്കുക. വേണമെങ്കിൽ ഒരു ചെറിയ സ്ക്രബ്ബറൊക്കെ കുളിക്കുമ്പോൾ നമ്മൾ ഭാഗത്ത് കുളിക്കുന്ന സമയത്ത് ഒരു ഇത് തേക്കാറില്ലേ നമ്മൾ, അതുകൊണ്ട് തേച്ചിട്ട് നന്നായിട്ട് ആ ശൽക്കങ്ങൾ വെള്ളമൊക്കെ മൊരി വെള്ളമൊക്കെ കളയുക. അതിനുശേഷം കുളി കഴിഞ്ഞിട്ട് ഇത്തിരി വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമോ എന്തെങ്കിലും കൈമൊക്കെ നന്നായിട്ട് ഇങ്ങനെ പുരട്ടി തലോടിയാൽ ഭംഗിയായിരിക്കും. അതുകൂടാതെ എക്സർസൈസ് മുടക്കരുത്. നമ്മുടെ കയ്യിലൊക്കെ നന്നിട്ട് നല്ല ചോരോട്ടം ഉണ്ടാവണം. ചോരോട്ടം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എല്ലാത്തിനും ഭംഗി ഉണ്ടാവുള്ളൂ, ആരോഗ്യം ഉണ്ടാവുള്ളൂ. ആരോഗ്യമാണ് മെയിനായിട്ടിട്ട്. അപ്പോൾ നമ്മൾ കയ്യിന് ചെയ്യുന്ന എക്സസൈസ്, വിരലുകൾ ശക്തിയിലടയ്ക്കുക തുറക്കുക ചെയ്യുക. അതുപോലെ തന്നെ നന്നായിട്ട് വലിച്ച് മേൽപോട്ട് പിടിക്കുക, ഇങ്ങനെ വയ്ക്കുക. പിന്നെ ഇങ്ങനെ റിസ്റ്റ് ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ടിന് റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രാവശ്യം ഇട്ട് 5-10 പ്രാവശ്യമൊക്കെ റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ കൈ നന്നായിട്ട് ചെയ്യുക. എല്ലാ ഭാഗമൊക്കെ എക്സർസൈസ്. അത് നമ്മുടെ യോഗയിൽ എക്സസൈസ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ എന്തായാലും. എങ്കിലും പറഞ്ഞെന്ന് മാത്രം. ഈ ഭാഗത്തിനൊക്കെ നല്ല ചോരോട്ടം ഉണ്ടാവാനായിട്ട്, ഈ വലിച്ചിലൊക്കെ മാറാനും, നല്ല ഭംഗിയുള്ള കൈ ഉണ്ടാവാനും, തൊക്കൊക്കെ നല്ല ഭംഗിയിൽ ആവാനൊക്കെ ആയിട്ട്, നല്ല കളറൊക്കെ വെക്കാനായിട്ട് എന്താ ചെയ്യുക? അതിന് പലതരത്തിലുള്ള റെമഡീസ് ഉണ്ട്. ഞാനിവിടെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്ന റെമഡി ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. ഇത്തിരി അരിപ്പൊടി, ഇത്തിരി തേൻ, ഇത്തിരി തൈര്. തൈരല്ലെങ്കിൽ ചെറുനാരങ്ങ നീര്. എപ്പോഴും ചെറുനാരങ്ങ നമ്മുടെ വീട്ടിലുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കുക, അല്ലെങ്കിൽ ഇത്തിരി തൈര് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കയ്യിനൊക്കെ നന്നായിട്ട് പുരട്ടുക, മസാജ് ചെയ്യുക. മസാജിങ് വേണം. ആർക്കായാലും സ്മൂത്ത്നെസ് വരണമെങ്കിൽ ഒരു മസാജിങ് വേണ്ടേ? ഏത് കുട്ടിയായാലും മസാജിങ് മീൻസ് ഒരു തലോടൽ. നമ്മുടെ കുട്ടികളോട് നമ്മളോട് സ്നേഹത്തിലുണ്ടാണെങ്കിൽ ഒന്ന് തലോടി കൊടുക്കൂ. അത് നമ്മുടെ കൂടെ നിൽക്കുമല്ലേ, നല്ല സോഫ്റ്റായിട്ട് നിൽക്കും. നമുക്ക് അങ്ങനെ തന്നെ ഒരു തലോടൽ കിട്ടിയാലോ നല്ലതല്ലേ, ശരിയല്ലേ? നമ്മൾ തലോടാറുണ്ടോ ആരെങ്കിലും? ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കൊന്നും ഇങ്ങനെ തലോടി കൊടുക്കുക. അപ്പം നമുക്ക് കിട്ടും കേട്ടോ. കൊടുത്താൽ കിട്ടും എന്ന് പറഞ്ഞ്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നതുപോലെ ഒന്നിങ്ങനെ തലോടാം നമുക്ക്. അപ്പം അതിനുള്ള സാധനം ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് പുട്ടുപൊടിയാണ് കേട്ടോ. പുട്ടുപൊടി, അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി തരിയുള്ള അരിപ്പൊടി ആണെങ്കിൽ നല്ലതാണ്. അത് അരിപ്പൊടി ഇല്ല എങ്കിൽ കടലമാവായാലും ചേർക്കാം കേട്ടോ. 2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തു. ഇനി അതിലേക്ക് തേനാണ് ഒഴിക്കുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് തൈരാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. തേൻ നല്ല ഒരു മോയ്സ്ചറൈസറാണ്. അതായത് നമ്മുടെ ഈർപ്പം നിലനിർത്താൻ നല്ല സാധനമാണ് തേൻ. തേനിന് ഒരുപാട് ഉപയോഗമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ.
നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മുഴുവൻ നമുക്ക് ഇന്നേക്ക് ആവശ്യം വരില്ലല്ലോ. അപ്പോൾ ഇപ്പോഴേക്ക് ആവശ്യമുള്ളത് നമുക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു ചെപ്പിലാക്കി എടുത്ത് വയ്ക്കാം. ഈ ചെപ്പിലാക്കി വയ്ക്കുമ്പോൾ ഇതിന് മുൻപത്തെ ഒരു പഴയ ഒരു ചെപ്പാണ് കേട്ടോ. നമുക്ക് വയ്ക്കാതെ കുറച്ച് ദിവസം കൂടി ഉപയോഗിക്കാൻ പറ്റും. ഇത് അധികം വച്ചാൽ എപ്പോഴെപ്പോഴും ഉണ്ടാക്കണ്ട. കൈയിൻ്റെ പുറം ഭാഗത്ത് ആദ്യം തന്നെ പുരട്ടുക നന്നായിട്ട്. ഇത് 2 കൈയിൻ്റെയും പുറനടിയിൽ പുരട്ടുക. പിന്നെ വിരലിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ വട്ടത്തിൽ മസാജ് ചെയ്യുക. കൈത്തണ്ടേമയും പുരട്ടുന്നത് നല്ലത് തന്നെയാണ്. കൈയിൻ്റെ പുറനടിയുമേയും കൈയിൻ്റെ ഉള്ളം കയ്യിലും ആക്കാം കേട്ടോ. പിന്നെ മസാജിങ് ആണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് പുട്ടുപൊടിയാണല്ലോ. പുട്ടുപൊടി ആകുമ്പോഴാണ് ഇത്തിരി റഫാണത്, നല്ല ഒരണ്ടായിരിക്കും. ഈ പുട്ടുപൊടി ഇല്ല എങ്കിൽ സാധാരണ അരിപ്പൊടി എടുക്കുക. അതുമല്ല നല്ലൊരു വൈറ്റ്നറാണത്. അതുകൂടാതെ ഇത് രണ്ടും അല്ലെങ്കിൽ കടലമാവ് അതിന് ഉപയോഗിക്കാം കേട്ടോ. വലിയുമ്പോൾ വീണ്ടും പരട്ടുക. രണ്ട് കൈകൾ എന്തിനാ തന്നിരിക്കുന്നത്? പരസ്പരം സഹായിക്കാനാണ് 2 കൈകൾ അല്ലേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് ഈ കൈകളെ തലോടി മസാജ് ചെയ്ത് ഭംഗിയാക്കുക. പിന്നെ ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ വട്ടത്തിൽ മസാജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ചോരോട്ടം കിട്ടും, ചുളിവൊന്നും ഉണ്ടാവില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ഇവിടെയും പറ്റാം കേട്ടോ. നല്ല നിറം വയ്ക്കും, നല്ല ഭംഗി വയ്ക്കും. ഇങ്ങനെ നമ്മളെടുത്തിരിക്കുന്ന ഈ ക്രീം ഉണ്ടല്ലോ, അത് കഴിയണ വരെ കുറച്ച് ഇങ്ങനെ പുരട്ടി മേൽപോട്ട് ഒഴിഞ്ഞ് കീഴ്പോട്ട് ഒഴിഞ്ഞ് വട്ടത്തിൽ ഒഴിഞ്ഞ് വിരലുകളുടെ ഇടയിലൊക്കെ ഒഴിഞ്ഞ് വിരലുകളൊക്കെ നന്നായിട്ടൊന്ന് ഓരോ വിരലും ഒന്ന് മസാജ് ചെയ്ത് കൈത്തണ്ടയും ശരിയാക്കി ഭംഗിയാക്കാം. ഈ പുട്ടുപൊടി എന്ന് പറയുമ്പോഴേ തരിയുള്ള പൊടിയാണല്ലോ, നല്ല ഉരം കിട്ടുമ്പോഴേ ഇവിടുത്തെ ഈ വിരലുമ്പലത്തെ ഇവിടെയുള്ള ആ റഫ്നെസ് ഉണ്ടല്ലോ, അതായത് മഞ്ഞുകാലത്ത് ഉണ്ടാവുന്ന ആ റഫ്നെസ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ ഇത് സാരിമയൊക്കെ പിടിക്കും ശരിക്കും. അമ്മൂമ്മയുടെ ചെറുപ്പം അവിടെ ഉണ്ട്, അവിടെ എടുത്ത ഇത് നമ്മുടെ കയ്യിന് മസാജ് ചെയ്യുന്നതാ. ഒരു 10 മിനിറ്റ് നേരം നമ്മുടെ കയ്യിന് വേണ്ടിയിട്ടും കാലിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. മറ്റുള്ളവരുടെ സമയം അല്ല, നമ്മുടെ സമയമാണത്. മിക്കവാറും ചെയ്യാൻ ഏറ്റവും നല്ലത് വൈകുന്നേരമാണ് കേട്ടോ. കാരണം രാത്രി ഊണ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞ് കൈയൊക്കെ കഴുകിയിട്ട് ഏറ്റവും നല്ലത് നമുക്ക് വൈകുന്നേരം ചെയ്യാനാണ് കേട്ടോ. രാത്രി നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ തേച്ച് എല്ലാ പണികളും കഴിഞ്ഞ് അടുക്കളയൊക്കെ അടച്ചതിന് ശേഷം ഇത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൈമയൊക്കെ പുരട്ടുക. കയ്യുമ്മയോ കാലുമ്മയോ ഒക്കെ പുരട്ടി
പുരട്ടുക. നല്ല നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ശേഷം കൈ കഴുകിയതിന് ശേഷം എന്തെങ്കിലും ഒരു എണ്ണമയുള്ള എന്തെങ്കിലും പുരട്ടണം. ഒന്നുകിൽ ഇത്തിരി വെളിച്ചെണ്ണയാവും. നല്ല വെളിച്ചെണ്ണ ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ. അത് നമുക്ക് കേരളീയരായ നമുക്ക് ഏറ്റവും സുലഭമായിട്ടുള്ള സാധനം വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒരു ലേശം എടുത്തിട്ട് പുരട്ടിയിട്ട് കിടന്നുറങ്ങുക. അതല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം ഉണ്ടെങ്കിൽ ക്രീം പുരട്ടിയിട്ട് നന്നായിട്ട് പുരട്ടിയിട്ട് കിടന്നുറങ്ങുക. ഉറങ്ങുമ്പോൾ നമ്മുടെ കൈമ തന്നെ നിലനിർത്താനായിട്ട് വേണമെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ടാൽ നല്ലതാണ് കേട്ടോ. രാത്രി ഉറങ്ങല്ലേ സ്വസ്ഥമായിട്ട് അങ്ങനെ ഒരു ഗ്ലൗസ് ഇങ്ങനെ കൈമിട്ടിട്ട്, ഒരു ഗ്ലൗസ് അത്ര വലിയൊന്നുമില്ല ഗ്ലൗസിന്, ഒരു സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൗസ് ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ട് കൈമിടുക. എന്നിട്ട് കിടന്നുറങ്ങുക. ഇതിങ്ങനെ വലിയണ വരെ വലിയില്ലേണ്ടതിൽ വെള്ളത്തിൻ്റെ അംശം എന്ന് വെച്ചാൽ ഇത്തിരി തൈരിൻ്റെ അംശം മാത്രമേ ഉള്ളൂ. പിന്നെ തേനല്ലേ, നല്ലതാണ്. ഈ കൈ വിചാരിക്കണവേ, ഓ എന്നെ ഇപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണുണ്ടല്ലോ ഇവർ. പാവല്ല നമ്മുടെ കൈകൾ എന്തോരം പണിയെടുക്കണം നമ്മളല്ലേ. എത്ര പണിയാണ് നമ്മൾ ദിവസത്തിൽ എടുത്ത് കൂട്ടണേ. പക്ഷെ ആ കയ്യിന് നമ്മൾ മൈൻഡ് ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല അല്ലേ. അതുകൊണ്ട് ഞാനിങ്ങനൊന്നും മൈൻഡ് ചെയ്യാം. എല്ലാവരും മൈൻഡ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും നമ്മൾ മൈൻഡ് ചെയ്യണം. സുന്ദര നമ്മൾ തുടങ്ങിയിട്ട് 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴുകാൻ ഉണ്ടോ? ഇത് ഭംഗിയായല്ലേ? ഒന്ന് കഴുകൊണ്ടിരാ കേട്ടോ. കഴുകാൻ ഞാൻ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ ഫുള്ളും കഴിഞ്ഞു. യെസ്. കൈ കഴുകിയിട്ട് ഉണങ്ങിയ തുണി കൊണ്ടൊന്ന് പതുക്കെ തുടച്ചു. അതിന് ശേഷം ഇത്തിരി ക്രീം എടുത്തിട്ട് കൈമന്ന് പുരട്ടുകയാണ് കേട്ടോ. ഇങ്ങനെ പുരട്ടുക. എല്ലാം അവിടുത്തെ ആവട്ടെ. കുറേ നേരത്തേക്ക് കൈ കൊണ്ട് നമ്മൾ നനയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സോപ്പിട്ട് കഴുകൊന്നും ചെയ്യാൻ പാടില്ല. ഭംഗിയായിട്ടുണ്ട്, കണ്ടില്ലേ? അടിപൊളിയായില്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ളത് മറ്റന്നാൾ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും ചെയ്തോളൂ കേട്ടോ. നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ കൈ, കാല്, ശരീരം ഒക്കെ നമ്മൾ നോക്കണം. നോക്കമൊക്കെ നല്ല സുഖമായിട്ട് ജീവിക്കുക, നന്നായിട്ട് ജീവിക്കുക, നല്ല കലാബോധത്തോടു കൂടി, നല്ല സൗന്ദര്യബോധത്തോടു കൂടി സന്തോഷമായിട്ട് ജീവിക്കുക. ഇത്തിരി സമയം നമുക്കതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. രാത്രി ആർക്കും ശല്യം ഉണ്ടാവില്ലല്ലോ. ഓക്കെ, ഇഷ്ടമായ വീഡിയോ ചെയ്തോളൂ കേട്ടോ. നല്ലതാണ്. ഓക്കെ.